വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റായ ഹൈറ്റ്സ് ഓഫ് ഹാർമോണി എന്ന് പറയുന്ന യൂണിറ്റാണ്. ഫസ്റ്റ് യൂണിറ്റ് ഓൾറെഡി നമ്മൾ 4 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ് 2 ഹൈറ്റ്സ് ഓഫ് ഹാർമോണി. അപ്പോൾ യൂണിറ്റ് തുടങ്ങുന്നത് ഒരു കോട്ട് വെച്ചിട്ടാണ്. കോട്ട് നോക്കാം. ലിറ്റിൽ ഡീഡ് ഓഫ് കൈൻഡ്നസ്, ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ്, മേക്ക് അവർ എർത്ത് ആൻഡ് ഏതൻ ലൈക്ക് ദി ഹെവൻ എബവ്. ജൂലിയ എഫ് കാർണി. ജൂലിയ എഫ് കാർണിയുടെ കോട്ട്സ് ആണ്. അപ്പോൾ എന്താ പറയുന്നത്? ലിറ്റിൽ ഡീഡ് ഓഫ് കൈൻഡ്നസ്, നമ്മളുടെ ചെറിയ ചെറിയ കൈൻഡ്നസ് പ്രവർത്തികൾ, നമ്മൾ ചെറിയ ചെറിയ നല്ല പ്രവർത്തികൾ, അതേപോലെ നല്ല വാക്കുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഭൂമി ഒരു സ്വർഗമാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് 2 ഹൈറ്റ്സ് ഓഫ് ഹാർമോണിയിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പോമാണ് മെൻറ്റിംഗ് വാൾ. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഒരു സ്റ്റോറിയാണ് അമിഗോ ബ്രദേഴ്സ്. തേർഡ് വൺ ഒരു ആക്ട് പ്ലേ ആണ്, ദാറ്റ് ഈസ് ദ ഹവർ ഓഫ് ട്രൂത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻറ്റിംഗ് വാൾസ് എന്ന് പറയുന്ന പോയമാണ്. മെൻറ്റിംഗ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മെൻറ്റിംഗ് വാൾ എന്നുള്ള പോയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെൻറ്റിംഗ് വാൾ എന്നുള്ള ടേമിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മതിൽ നന്നാക്കുക. ഓക്കെ, ഇതാണ് ടേമിൻ്റെ അർത്ഥം. ഈ മെൻറ്റിംഗ് വാൾ എന്നുള്ള പോയം റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ സെക്കൻഡ് പോയട്രി കളക്ഷനിലെ ഫസ്റ്റ് പോയമാണ് കേട്ടോ. ആ പോയട്രി കളക്ഷൻ്റെ പേരാണ് നോർത്ത് ഓഫ് ബോസ്റ്റൺ, പബ്ലിഷ്ഡ് ഇൻ 1914. 1914 പബ്ലിഷ് ചെയ്തിട്ടുള്ള നോർത്ത് ഓഫ് ബോസ്റ്റൺ എന്ന് പറയുന്ന പോയട്രി കളക്ഷൻസിൽ നിന്ന് എടുത്തതാണ് മെൻറ്റിംഗ് വാൾസ്. മെൻറ്റിംഗ് വാൾസ് നോർമലി ഒരു നെറൈറ്റ് ചെയ്യുന്നത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെയും അതേപോലെ നെയ്ബറിൻ്റെയും സ്റ്റോറിയാണ്. അവർ ബേസ് ചെയ്തിട്ടുള്ള സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ന്യൂ ഇംഗ്ലണ്ടിലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. ഈ പോയത്തിൽ 46 ലൈൻസ് ഉണ്ട്. റോബർട്ട് ഫ്രോസ്റ്റ് 1874 to 1963 is an American poet well known for his poems that are colloquial in style. അപ്പോൾ അമേരിക്കൻ പോയറ്റാണ് റോബർട്ട് ഫ്രോസ്റ്റ്. 1874 ബോൺ ചെയ്തത്. അതേപോലെ കൊലോക്കിയൽ സ്റ്റൈലിലാണ് അയാളുടെ പോയംസ് ഒക്കെ റൈറ്റൺ ചെയ്തിട്ടുള്ളത്. ഹിസ് പോയംസ് ബിഗിൻസ് ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയംസ് ഒക്കെ ആദ്യം ഒരു ഡിലൈറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുക, അതായത് ഒരു ആനന്ദത്തിലായിരിക്കും ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എൻഡ്സ് ഇൻ വിസ്ഡം, എന്നിട്ട് അവസാനിക്കൽ എപ്പോഴും ഒരു അറിവ് തന്നിട്ടായിരിക്കും. ഇൻ 1924 he receives his first of 4 Pulitzer Prizes for his book New Hampshire. He won his other Pulitzer for collected poems 1931, Further Range 1937 and A Witness Tree 1943. ഈ ബുക്സിനൊക്കെ പ്രൈസസ് കിട്ടിയിട്ടുണ്ട്. Stopping by the woods on a snowy evening and The Road Not Taken are two among his famous poems. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഫേമസ് ആയിട്ടുള്ള പോയംസിൽ രണ്ടെണ്ണമാണ്. സ്റ്റോപ്പിംഗ് ബൈ ദി വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് ഒന്ന്, രണ്ടാമത്തത് റോഡ് നോട്ട് ടേക്കൺ. ഈ രണ്ടുമാണ് ഫേമസ് ആയിട്ടുള്ള പോയംസ്. സോ റീഡ് ആൻഡ് എൻജോയ്. Fraternity and tolerance are the twin virtues of harmonious living. അവർ പറയുന്നത് സാഹോദര്യവും അതേപോലെ ക്ഷമയുമാണ് ഐക്യത്തിൻ്റെ ഒരു ഐക്യമായിട്ട് ജീവിക്കാനുള്ള രണ്ട് സംഭവങ്ങൾ. ഓക്കെ, ബട്ട് ഡു വി ചെറിഷ് ദീസ് ക്വാളിറ്റീസ് ഇൻ അവർ ഡെയിലി ലൈഫ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നമ്മൾ അതിന് ശ്രമിക്കാറുണ്ടോ? വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് ടു അവർ നെയ്ബേഴ്സ്. നമ്മളുടെ നെയ്ബേഴ്സിനോട്, അയൽവാസികളോട് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? നീഡ് വി ആക്സെപ്റ്റ് ദെയർ ഐഡിയാസ് ആസ് വെൽ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് ദെം. അവരായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ചിന്തകളെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാറുണ്ടോ? ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റീഡ് ദി പോയം ഗിവൻ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ റോബർട്ട് ഫ്രോസ്റ്റ് പ്രൊവൈഡ്സ് ഫുഡ് ഫോർ തോട്ട്സ്. അപ്പോൾ ഈ പോയം വായിച്ചിട്ട് മനസ്സിലാക്കൂ. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഈ പോയം വായിച്ചിട്ട് മനസ്സിലാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പോയത്തിലോട്ട് കിടക്കാം. മെൻറ്റിംഗ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. Something there is that doesn't love a wall, that sends a frozen ground swell under it, and spills the upper boulders in the sun,
and makes gaps even two can pass abreast. അപ്പോൾ നമുക്ക് ഈ ലൈൻസിൻ്റെ മീനിങ് നോക്കുന്നതിന് മുമ്പ് ഒരു വേർഡ്സുകളുടെ മീനിങ് ഒന്ന് നോക്കാം. ഓക്കെ, Frozen groundswell refers to the phenomena where the ground expands and swells upward due to the freezing of water within the soil. അപ്പോൾ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ എന്ന് ഉദ്ദേശിക്കുന്നത് മണ്ണിൽ വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് നമ്മുടെ ഗ്രൗണ്ട് വീർപ്പ് മുട്ടിയൊരു ഫ്രീസിങ് നിലയിലെത്തുക. ഓക്കെ, സ്വെൽ ചെയ്തിട്ട് ഒരു ഫ്രീസിങ് നിലയിലെത്തുന്നതിനാണ് ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ എന്ന് പറയുന്നത്. ബോൾഡേഴ്സ് എന്ന് വെച്ചാൽ എ ലാർജ് റോക്കിനെയാണ്, അതായത് നമ്മുടെ പാറക്കല്ല് എന്ന് പറയില്ല, അതിനെയാണ് ബോൾഡേഴ്സ് എന്ന് പറയുന്നത്. അബ്രസ്റ്റ് എന്ന് വെച്ചാൽ അലോങ് സൈഡ്, അടുത്ത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലൈൻസിലോട്ട് പോവാം. അപ്പം എന്താ പറയുന്നത്? സംതിങ് ദർ ഈസ് ദാറ്റ് ഡസൻ ലവ് എ വോൾ. അപ്പോൾ ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റ് അയാളുടെ നെയ്ബറിൻ്റെ സൈഡിലുള്ള മതിലിൻ്റെ അവിടെ അതിങ്ങനെ പൊളിഞ്ഞു കിടക്കുകയാണ്. ആ മതിലിൻ്റെ അവിടെ നിന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. സംതിങ് ദർ ഈസ് ദാറ്റ് ഡസൻ ലവ് എ വോൾ. ഈ പ്രകൃതിയിൽ എന്തോ ഒന്നുണ്ട് ഈ വോളിനെ, അതായത് ഈ മതിലിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് ഇവിടെയുണ്ട്. ദാറ്റ് സെൻസ് എ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ അണ്ടർ ഇറ്റ് ആൻഡ് സ്പിൽസ് ദി അപ്പർ ബോൾഡേഴ്സ് ഇൻ ദി സാൻഡ്. അപ്പോൾ ഈ മതിൽ പൊളിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അടിയിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് എർത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് എന്തോ ഒന്ന് സ്വെൽ ചെയ്ത് വരികയാണ്. അതിനെ എന്തോ ഒന്ന് ഭൂമിൻ്റെ അടിയിൽ നിന്ന് അതിനെ വീർപ്പ് മുട്ടിച്ച് ഈ മതിലുകൾ തെറിക്കുക, ഈ മതിലുകൾ സ്പിൽ ഫോൾ ചെയ്യാണ്. എന്തോ ഒന്ന് ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഈ മതിലുകളെ ഫോൾ ചെയ്യിക്കുന്നുണ്ട്, ലൈക്ക് എന്തോ ഒരു സംഭവം. ഓക്കെ, അതാണ് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മേക്സ് ഗ്യാപ്സ് ഈവൻ ടു ക്യാൻ പാസ് അബ്രസ്റ്റ്. എന്നിട്ട് അവിടെ ആ മതിലുകൾ പൊളിഞ്ഞതിന് ശേഷം അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പ് എങ്ങനെയാണ്? രണ്ട് പേർക്ക് ഇങ്ങനെ നടന്ന് പോവാം. പാസ് അബ്രസ്റ്റ് ആണ് അലോങ് സൈഡ്, ഒപ്പം ഇങ്ങനെ നടന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്യാപ്പ് ഈ തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വരിയിൽ എന്തൊക്കെയാണ് റോബർട്ട് ഫ്രോസ്റ്റിന് ഫീൽ ചെയ്യുന്നത്? അയാളും അയാളുടെ നെയ്ബറും തമ്മിലുള്ള ആ മതിൽ, ബൗണ്ടറി ആയിട്ടുള്ള മതിലിനെ എന്തോ ഒരു ഫോഴ്സ് താഴെ നിന്ന് വന്നിട്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അതിനെ സ്പിൽ ചെയ്യാൻ അതിനെ ഫോൾ ചെയ്യാൻ വീഴാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നുണ്ട്. ആ ഫോഴ്സ് എന്താണെന്ന് പോയിട്ടിന് മനസ്സിലാവുന്നില്ല, ബട്ട് എന്തോ ഒരു ഫോഴ്സ് എപ്പോഴും ഈ മതിലിനെ പൊളിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. ആ പൊളിച്ചിടാൻ ശ്രമിക്കുന്ന മതിൽ എന്നിട്ട് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് എങ്ങനെയാണെന്നാണ് റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത്. രണ്ട് പേർക്ക് ഏകദേശം ഇങ്ങനെ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്യാപ്പ് എങ്ങനെയാണെങ്കിലും ഈ ഫോഴ്സ് ഇവിടെ ഉണ്ടാക്കിയിടുന്നുണ്ട് എന്നാണ് ഫസ്റ്റത്തെ ഇതിൽ പറയുന്നത്. ഓക്കെ, ഈ 4 ലൈൻസിലൂടെ The work of hunters is another thing. I have come after them and made repair, where they would have left not one stone on a stone, but they would have the rabbit out of hiding. To please the alpine dog, the gaps I mean, no one has seen them made or heard them made, but at spring mending time we find them there. അപ്പോൾ നമുക്ക് വേർഡ്സിൻ്റെ കുറച്ച് മീനിങ്സ് ആദ്യം നോക്കാം, എന്നിട്ട് ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. ഓക്കെ, സ്റ്റോൺ ബൈ സ്റ്റോൺ മീൻസ് ഒരു ഐഡിയമാണ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ആൻഡ് ഗ്രാജുവൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഓഫ് ബിൽഡിംഗ് ഓർ ക്രിയേറ്റിംഗ് സംതിങ്. അപ്പോൾ നമ്മൾ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ലല്ലോ ക്രിയേറ്റ് ചെയ്യുക. അപ്പം അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റോൺ വെച്ച് അതിൻ്റെ മുകളിൽ സ്റ്റോൺ വെച്ചിട്ട് അതിനാണ് സ്റ്റോൺ ബൈ സ്റ്റോൺ പറയുന്നത്. ഓരോ പ്രോസസ്സ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രാജുവലായിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണല്ലോ മതിലുണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോൺ ബൈ സ്റ്റോൺ, ഓരോ സ്റ്റോൺ വെച്ചിട്ട് ഓരോ സ്റ്റോൺ. ഈ നെക്സ്റ്റ് യാൽപ്പിംഗ് എന്ന് വെച്ചാൽ ഒരു ഷാർപ്പ് ക്രൈ. നമ്മൾ ഈ എന്താ പറയുക, ഇപ്പോൾ കരയുക പറയില്ല, ബാർക്കിംഗ്, ഡോഗ് ബാർക്ക് ചെയ്യണ പോലെ. മെൻഡിങ് ടൈം എന്ന് പറഞ്ഞാൽ റിഫേഴ്സ് ടു ദ ടൈം ഇറ്റ് ടേക്ക് ടു റിപ്പയർ സംതിങ് ഓർ ടു ഗെറ്റ് ബെറ്റർ ആഫ്റ്റർ ആൻ ഇൽനെസ് ഓർ ഇൻജറി. നമ്മൾ ഒരു വെയ്യായ്മയിൽ നിന്ന്, ഒരു വെയ്യാത്തൊരവസ്ഥ ഉണ്ടാവില്ല, നമുക്കൊരു ഇൽനെസ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്
ആ വെയ്യാത്തത് മാറാനെടുക്കുന്ന ആ ടൈമിനെയാണ് മെൻഡിങ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മേ ബി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മതിലുകൾ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ടൈം, പൊളിഞ്ഞു ചാടിയ മതിലുകൾ റീക്രിയേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് മെൻഡിങ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ലൈൻ ബൈ ലൈൻ നോക്കാം. ഈ ലൈൻസിൽ നെക്സ്റ്റ് തോട്ടാണ് കേട്ടോ പോയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തോട്ട് എന്തായിരുന്നു, എന്തോ ഭൂമിൻ്റെ അടിയിൽ നിന്ന് എന്തോ ഒരു ഫോഴ്സ് വന്നിട്ട് മതിലിനെ പൊളിച്ചിടുകയാണെന്നുള്ളതാണ് ഫസ്റ്റ് തോട്ട്. ഓക്കെ, സെക്കൻഡ് തോട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക. ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ്. അടുത്ത തോട്ട് എന്താ, ഹണ്ടേഴ്സ് വേട്ടക്കാർ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ വേട്ടക്കാരുടെ പണിയാവാം ഇത്. ഐ ഹാവ് കെയിം ആഫ്റ്റർ ദം ആൻഡ് മെയ്ഡ് റിപ്പയർ. അവർക്ക് ശേഷം, അതായത് അവരിത് പൊളിച്ചിട്ടതിന് ശേഷം ഞാൻ വന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ട്, അതായത് ഞാൻ വന്ന് നന്നാക്കിയിട്ടുണ്ട് പലപ്പോഴും. വേർ ദേ വുഡ് ഹാവ് ലെഫ്റ്റ് നോട്ട് വൺ സ്റ്റോൺ ഓൺ എ സ്റ്റോൺ. ഒരു കല്ലിനെ മേലെ ഒരു കല്ലാക്കിയിട്ടാണല്ലോ നമ്മൾ മതിൽ പണിയാം, അടുത്തടുത്ത് അങ്ങനെ ലെയർ ബൈ ലെയർ. അങ്ങനെ ഒരു കല്ലിന് മേലെ ഒരു കല്ല് പോലും കിടക്കാൻ അവർ സമ്മതിച്ചു, അതായത് അത്രയ്ക്കും മോശമാക്കിയിട്ട് അവൾ പൊളിച്ചിട്ടിട്ടുണ്ടാവും. പിന്നെ ബട്ട് ദേ വുഡ് ഹാവ് ദ റാബിറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ് ടു പ്ലീസ് ദി യാൽപ്പിംഗ് ഡോഗ്. ചിലപ്പോൾ അവരിതിങ്ങനെ പൊളിച്ചിടുന്നത് അവരുടെ ബാർക്കിംഗ് ഡോഗ്സിനെ, അവർ ഹണ്ടിങ്ങിനെ കൊണ്ടുപോകുന്ന ആ ഡോഗ്സ് ഉണ്ടാവില്ല, അവർക്ക് റാബിറ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാവാം. ഈ റാബിറ്റുകളൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഹൈഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും അതിൻ്റെ അടിയിൽ അങ്ങനെ. അപ്പോൾ അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബാർക്കിംഗ് ഡോഗ്സിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഹണ്ടേഴ്സ് പൊളിച്ചിട്ട് കൊടുക്കുന്നതാവാം. ഇതാണ് സെക്കൻഡ് തോട്ട്. അപ്പോൾ ഫസ്റ്റ് തോട്ട്, പോയിന്റിന്റെ ഫസ്റ്റ് തോട്ട് എന്തായിരുന്നു, എർത്തിന്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ട് സ്പിൽ ചെയ്ത് പൊട്ടിച്ചിടുന്നതാവാം അതിൽ. രണ്ടാമത്തെ തോട്ട്, ഇതിലൂടെ വരുന്ന വേട്ടക്കാർ അവരുടെ ഡോഗ്സിന് വേണ്ടിയിട്ട് റാബിറ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പൊളിച്ചിടുന്നതാവാം. ഈ രണ്ട് തോട്ട്സ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ദ ഗ്യാപ്സ് ഐ മീൻ നോ വൺ ഹാസ് സീൻ ദം മെയ്ഡ് ഓർ ഹിയർഡ് ദം മെയ്ഡ്. അപ്പം നേരത്തെ ലൈനിൽ പറഞ്ഞിരുന്നല്ലോ എങ്ങനെയായിരുന്നു ആ ഗ്യാപ്പ്, രണ്ടുപേർക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്യാപ്പാണ് അവിടെ ഉണ്ടാവാറ്. അപ്പോൾ ആ ഗ്യാപ്പിനെ കുറിച്ചാണ് ഇനി സംസാരിക്കുന്നത്. ആ ഗ്യാപ്പ് ആരാണ് ഉണ്ടാക്കുന്നത് എന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, ആരെങ്കിലും ഉണ്ടാക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുമില്ല. അതാണ് പറയുന്നത്. നോ വൺ ഹാസ് സീൻ ദം മെയ്ഡ് ഓർ ഹിയർഡ് ദം മെയ്ഡ്. ഉണ്ടാക്കുന്നത് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്നാണ് പറയുന്നത്. ബട്ട് അറ്റ് സ്പ്രിംഗ് മെൻഡിങ് ടൈം വി ഫൈൻഡ് ദം ദെയർ. അപ്പോൾ സ്പ്രിംഗ് സീസൺ ആവുമ്പോൾ, വസന്തകാലമാവുമ്പോഴാണ് മെൻഡിങ് ടൈം നടക്കുന്നത്. മെൻഡിങ് ടൈം എന്ന് പറഞ്ഞാൽ ശരിയാക്കുന്ന, ഈ മതിൽ നോർമലി ശരിയാക്കാറ് ആ ടൈമിലാണ്. ഓക്കെ, മതിൽ നേരാക്കുന്ന, മതിൽ പണിയുന്ന ടൈം സ്പ്രിംഗ് ആണ്. ആ സ്പ്രിങ്ങിൽ വസന്തകാലത്തിൽ എപ്പോഴും ആ ഹോള് അവിടെ, ആ ഗ്യാപ്പ് അവിടെ എപ്പോഴും ഞങ്ങൾക്ക് കാണാൻ പറ്റാറുണ്ട്. ഇതാരാണ് ഈ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത് ഒന്നൊന്നും അറിയില്ല, പക്ഷേ ആ ഗ്യാപ്പ് ഞങ്ങൾ പണിയുമ്പോൾ അവിടെ കാണാറുണ്ട്, മെൻഡിങ് ടൈം ആകുമ്പോൾ അവിടെ കാണാറുണ്ട് എന്നാണ് പോയറ്റ് പറയുന്നത്. അപ്പോൾ ഈ രണ്ടിലും നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി, രണ്ട് തോട്ട്സ് ആണുള്ളത്. ഒന്ന് എർത്ത് സ്പിൽ ചെയ്യുന്ന തോട്ട്, രണ്ടാമത്തത് ഹണ്ടർ വന്നിട്ട് പൊളിച്ചിടുന്നതാവാം എന്നുള്ള തോട്ട്. പിന്നെ ഗ്യാപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. രണ്ടു പേർക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന ഗ്യാപ്പാണ് ഉണ്ടാവുക. ആ ഗ്യാപ്പ് ആരാണ് ഉണ്ടാക്കുന്നത് എന്നറിയുന്നില്ല. അപ്പോൾ ഏത് ടൈമിൽ നോക്കുമ്പോഴാണ് ആ ഗ്യാപ്പ് അവിടെ കാണാറ്, സ്പ്രിംഗ് മെൻഡിങ് ടൈം ആവുമ്പോഴാണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ലൈൻസിൽ പഠിച്ചത്. ഇനി നെക്സ്റ്റ് ലൈൻസ് നോക്കാം. ഐ ലെറ്റ് മൈ നെയ്ബർ നോ ബിയോണ്ട് ദി ഹിൽ and on a day we meet to walk the line and set the wall between us once again. We keep the wall between as we go. I let my neighbor know beyond the hill. Beyond എന്ന് പറഞ്ഞാൽ അപ്പുറത്ത്, ഹിൽ എന്നാൽ കുന്നിൻ്റെ അപ്പുറത്തുള്ള എൻ്റെ നെയ്ബേഴ്സിനോട് ഞാൻ ഈ വിവരം പറയാറുണ്ട്. കാരണം അവരും നെയ്ബറും കൂടി ഷെയർ ചെയ്യുന്ന മതിലാണല്ലോ, അപ്പോൾ അവരോട് ഇത് ഞാൻ അറിയിക്കാറുണ്ട്. ഇപ്പോൾ ആൻഡ് ഓൺ എ ഡേ വി മീറ്റ് ടു വാക്ക് ദി ലൈൻ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ മീറ്റ് ചെയ്യും ഇത് നോക്കാൻ വേണ്ടിയിട്ട്. വാക്ക് ദി ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ മതിലുകളൊന്ന് ഞങ്ങൾ അതിൽക്കൂടെയൊക്കെ ഒന്ന് നടന്ന് നോക്കും, എവിടേക്കാണ് എന്തൊക്കെയാണ് മാറ്റേണ്ടത് എന്ന് നിരീക്ഷിക്കും. ആൻഡ് സെറ്റ് ദി വോൾ ബിറ്റ്വീൻ അസ് വൺസ് അഗെയിൻ. അങ്ങനെ ഞങ്ങൾ നിരീക്ഷിച്ച് എവിടേക്കാണ് നേരാക്കേണ്ടത് അതൊക്കെ പുനർപണിത് ഞങ്ങളുടെ ഹേമങ്ങളില വോൾ ബിറ്റ്വീൻ അസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ഇടയിലുള്ള ആ മതിൽ ഞങ്ങൾ വീണ്ടും പണി കഴിക്കും. അവിടെ ഈ വോൾ എന്നുള്ളത് റിപ്രസെൻ്റ് ചെയ്യുന്നത് വെറും ഒരു കല്ലുകൊണ്ടുള്ള മതിൽ മാത്രമല്ല, അവരും റോബർട്ട് ഫ്രോസ്റ്റും അവരുടെ നേബറും തമ്മിലുള്ള കുറേ ലിമിറ്റേഷൻസും ബാരിയേഴ്സും ബൗണ്ടറീസും ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. വി കീപ് ദി വോൾ ബിറ്റ്വീൻ അസ്
ആസ് വി ഗോ. അങ്ങനെ ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ എമങ്ങുള്ള റോബോട്ട് ഫ്രോസ്റ്റും നെയ്ബറും തമ്മിലുള്ള ആ വോല് മതിൽ എപ്പോഴും ഇങ്ങനെ പണിത് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുന്നു. നെക്സ്റ്റ് ലൈൻസ് നോക്കാം. To each the boulders that have fallen to each, and some are loaves and some so nearly balls. We have to use a spell to make them balance. Stay where you are until our backs are turned. We wear our fingers rough while handling them. Loaves എന്ന് പറഞ്ഞാൽ loaves an item of food formed into an oblong shape. oblong ഷേപ്പിലുള്ള ഒരു ഐറ്റം ഓഫ് ഫുഡിനാണ് loaves എന്ന് പറയുന്നത്. അത് ബ്രെഡ് പോലത്തെ ഈ ഷേപ്പിനാണ് oblong ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഷേപ്പിന്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷേപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. ടു ഈച്ച് ദി ബോൾഡേഴ്സ് ദാറ്റ് ഹാവ് ഫോളൻ ടു ഈച്ച്. അപ്പോൾ ഇങ്ങനെ ചാടിയിട്ടുള്ള കല്ലുകൾ, ബോൾഡേഴ്സ് എന്ന് വെച്ചാൽ കല്ലുകൾ. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടുള്ള കല്ലുകൾ. ആൻഡ് സം ആർ ലാവ്സ് ആൻഡ് സം സോ നിയർലി ബോൾസ്. ഇങ്ങനെ ചാടിയിട്ടുള്ള കല്ലുകൾ ചിലത് ലാവ്സിൻ്റെ ഷേപ്പാണ് നമ്മൾ പറഞ്ഞു, ചിലത് ഇങ്ങനത്തെ ഷേപ്പാണ്, ചിലത് റൗണ്ട് ബോൾസിൻ്റെ ഷേപ്പുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് ഷേപ്പിൽ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പല ഷേപ്പിലാണ് ഈ കല്ലുകളൊക്കെ ഉള്ളത്. ഓക്കെ, വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ്. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്, അതായത് മതിലിങ്ങനെ പുനർപണിയുമ്പോൾ ഇത് രണ്ടും ഈ ഇങ്ങനത്തെ ഷേപ്പിൽ പല ഷേപ്പിലുള്ള കല്ലുകളും ഒക്കെ വൃത്തിക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സ്പെല്ല് യൂസ് ചെയ്യേണ്ട, ഒരു മാജിക്കൽ സ്പെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്പെല്ല് എന്താണെന്നാണ് പറയുന്നത്. സ്റ്റേ വേർ യു ആർ അൺടിൽ അവർ ബാക്സ് ആർ ടേൺഡ്. ഞങ്ങളൊന്ന് തിരിയുന്നത് വരെയെങ്കിലും ഞങ്ങൾ വച്ചോടുത്ത് നിൽക്ക് എന്നുള്ള. സ്റ്റേ വേർ യു ആർ അൺടിൽ അവർ ബാക്സ് ആർ ടേൺഡ്. ഞങ്ങളൊന്ന് തിരിയുമ്പോഴത്തേക്ക് അവിടുന്ന് ചാടരുത്, അവിടെ തന്നെ നിൽക്ക് എന്നുള്ള പറയുന്നത്. ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വി വിയർ അവർ ഫിംഗേഴ്സ് റഫ് വൈൽ ഹാൻഡ്ലിങ് ദം. അങ്ങനെ ഈ മതിൽ പണിത് ഇവരുടെ കൈകളൊക്കെ റഫായി, ഭയങ്കര റഫാവാ മാറാൻ തുടങ്ങി. അതായത് കുറേ മുറികളും ഇതൊക്കെ പറ്റിയിട്ട് റഫായി തുടങ്ങി എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, Oh, just another kind of outdoor game, one on a side. It comes to little more. There where it is, we do not need the wall. He is all pine and I am apple orchard. അപ്പോൾ orchard എന്നുള്ള വേർഡിൻ്റെ മീനിങ് എ പീസ് ഓഫ് എൻക്ലോസ്ഡ് ലാൻഡ് പ്ലാന്റഡ് വിത്ത് ഫ്രൂട്ട് ട്രീസ്. നമ്മൾ തോട്ടം എന്നൊക്കെ പറയില്ല, അതിനാണ് ഓർച്ചാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. ഹോ ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം. അപ്പോൾ ഇത് ഈ മതിൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കൊരു ഔട്ട്ഡോർ ഗെയിം പോലെയാണ് റെഫർ ചെയ്യുന്നത്. വൺ ഓൺ എ സൈഡ്, ഒരാൾ ഒരു ഭാഗത്തും മറ്റൊരാൾ മറ്റു ഭാഗത്തും, അതായത് റോബോട്ട് ഫ്രോസ്റ്റ് ഒരു ഭാഗത്തും നെയ്ബർ ഒരു ഭാഗത്തും, അങ്ങനെ ഒരു ഔട്ട്ഡോർ ഗെയിം. ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ, അതിലേറെ കുറച്ചും കൂടി കൂടുതലാണ് ഈ ഗെയിം. ദർ വേർ ഇറ്റ് ഈസ് വി ഡു നോട്ട് നീഡ് ദി വാൾ. അതുകൊണ്ടാണ് എനിക്ക് തോന്നാറ് ഈ വോളിൻ്റെ ആവശ്യമില്ല, ഈ മതിലിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അതെന്തുകൊണ്ടാണ് ആവശ്യമില്ല പറയുന്നത്. ഹി ഈസ് ഓൾ പൈൻ ആൻഡ് ഐ ആം ആപ്പിൾ ഓർച്ചാർഡ്. അതായത് എൻ്റെ നെയ്ബർ വളർത്തുന്നത് മൊത്തം പൈൻ ട്രീസ് ആണ്, എൻ്റെത് മൊത്തം ആപ്പിൾ ട്രീസുമാണ്. ആപ്പിൾ തോട്ടങ്ങളാണ് എനിക്കുള്ളത്, നെയ്ബറിനുള്ളത് പൈൻ ട്രീസുമാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വോളിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്, ഒരു അൺനെസസറി ആയിട്ടുള്ള സംഭവമാണ് ഞങ്ങളുടെ എമംഗ് ഈ വോള് എന്നുള്ളതാണ് റോബോട്ട് ഫ്രോസ്റ്റ് പോയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. My apple trees will never get across and eat the corns under his pines, I tell him. He only says good fences make good neighbors. Spring is the mischief in me and I wonder if I could put a notion in his head. The words in the meaning first നോക്കാം. Fences എന്ന് വെച്ചാൽ നമ്മളുടെ മതിലുണ്ടല്ലോ അതിനെയാണ്, അല്ലെങ്കിൽ വേലി എന്നൊക്കെ പറയില്ല, അതിനെയാണ് ഫെൻസ് എന്ന് പറയുന്നത്. എൻക്ലോസ്ഡ് ആൻ ഏരിയ ഓർ ഗ്രൗണ്ട് ടു പ്രിവെൻറ്റ് ആക്സസ്. മിഷീഫ് എന്ന് പറഞ്ഞാൽ ട്രബിൾ, എന്നിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ. നോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഐഡിയനെയാണ് നോഷൻ എന്ന് പറയുന്നത്. ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. My apple trees will never get across and eat the corns under his pines, I tell him. അപ്പം ഞാൻ എപ്പോഴും തമാശയിൽ പറയാറുണ്ട്, ഒരിക്കലും എൻ്റെ ആപ്പിൾ ട്രീസ് അപ്പുറത്ത് വന്നിട്ട് നിൻ്റെ പൈൻ മരങ്ങളെ വിഴുങ്ങൊന്നുമില്ല, കഴിക്കൊന്നുമില്ല എന്ന് പറയാറുണ്ട് തമാശ രീതിയിൽ. ഹി ഓൺലി സേസ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അപ്പം എൻ്റെ നെയ്ബർ എന്നോട് പറയൽ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു മതിലാണ് നല്ലൊരു അയൽക്കാരെ ഉണ്ടാക്കുന്നത്. സ്പ്രിംഗ് ഈസ് ദി മിസ്ഷീഫ് ഇൻ മീ ആൻഡ് ഐ വണ്ടർ ഇഫ് ഐ പുട്ട്
എ നോഷൻ ഇൻ ഹിസ് ഹെഡ്. അപ്പോൾ സ്പ്രിംഗ് സീസൺ ആണ്, അത് വസന്തകാലമാണ് ഇന്നിലും എപ്പോഴും ട്രബിൾ ആയിട്ട് ഉണ്ടാവാറ്. കാരണം അപ്പോഴാണല്ലോ ഈ മതിൽ പണിയേണ്ട ആവശ്യമൊക്കെ വരാറ്. ഐ വണ്ടർ ഇഫ് ഐ കുഡ് പുട്ട് എ നോഷൻ ഇൻ ഹിസ് ഹെഡ്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അവൻ്റെ എന്താ പറയുക, അവനക്കൊരു ഐഡിയ കൊടുത്താലോ എന്നുള്ളത്. വൈ ഡു ദേ മേക്ക് ഗുഡ് നെയ്ബേഴ്സ്? ഇസൻറ്റ് ഇറ്റ് വേർ ദർ ആർ കൗസ് ബട്ട് ഹിയർ ദർ ആർ നോ കൗസ്? ബിഫോർ ഐ ബിൽഡ് എ വാൾ ഐ വുഡ് ആസ്ക് ടു നോ what I was wailing in or wailing out, and to whom I was like to give offense. അപ്പോൾ മീനിങ്സ്, ഓരോ വേർഡ്സിൻ്റെ മീനിങ്സ് നോക്കാം. വെയിലിംഗ് ഇൻ ആൻഡ് വെയിലിംഗ് ഔട്ട്. വെയിലിംഗ് ഇൻ എന്ന് വെച്ചാൽ മീൻസ് ടു എക്സ്ക്ലൂഡ് wailing out. Wailing out means exclude someone from a group or activity either physically or emotionally. അപ്പോൾ പുറത്താക്കേണ്ടതിനെയാണ് വെയിലിംഗ് ഔട്ട് എന്ന് പറയുന്നത്. വെയിലിംഗ് ഇൻ എന്ന് വെച്ചാൽ എ വേർബ് ദാറ്റ് മീൻസ് ടു സറൗണ്ട് സംതിങ് വിത്ത് എ വോൾ ഓർ സംതിങ് സിമിലർ ടു എ വോൾ. ഒരു ഉള്ളിലോട്ടാക്കേണ്ടതിനാണ് വെയിൽ ഇൻ എന്ന് പറയുന്നത്, പുറത്തേക്കാക്കുന്നതിനാണ് വെയിലിംഗ് ഔട്ട് എന്ന് പറയുന്നത്. പിന്നെ ഒഫൻസ്. ഒഫൻസ് എന്ന് വെച്ചാൽ ബ്രീച്ച് ഓഫ് ലോ, നമ്മൾ നിയമത്തിന് അതീതം എന്നാണ് ഒഫൻസിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. വൈ ഡു ദേ മേക്ക് ഗുഡ് നെയ്ബേഴ്സ്? ഈസൻറ്റ് ഇറ്റ്? എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞല്ലേ, എനിക്ക് നെയ്ബറിൻ്റെ ഹെഡിൽ ഒരു നോഷൻ ഇടണം. അതായത് എനിക്ക് ചോദിക്കണം ഈ ഐഡിയ എന്താണെന്ന്. അതായത് മൂപ്പര് പറയാറുണ്ടല്ലോ, എന്താണ് പറയുന്നത്, നല്ലൊരു മതിലാണ് നല്ലൊരു അയൽവക്കത്തെ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന ആ ഐഡിയനെ കുറിച്ച് എനിക്ക് ചോദിക്കണം എന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഫെൻസ്, ഒരു മതിൽ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് നല്ലൊരു നെയ്ബർ ഉണ്ടാവുന്നത് എന്ന് ചോദിക്കണം എന്നുണ്ട്. വേർ ദർ ആർ കൗസ് ബട്ട് ഹിയർ ദർ ആർ നോ കൗസ്. ഇവിടെ നമുക്ക് പശുക്കളൊന്നും ഇല്ലല്ലോ. പശുക്കളൊക്കെ ഉണ്ടെങ്കിലല്ലേ അപ്പുറം ഇപ്പുറമൊക്കെ കിടന്നിട്ട് അതും ഇത് കഴിക്കുക. നമുക്ക് കുറച്ച് മരങ്ങൾ ഉള്ളുവല്ലോ. അവിടെ ഒരു പൈൻ ട്രീസും ഇവിടെ ആപ്പിൾ തോട്ടം മാത്രമല്ലേ ഉള്ളൂ, അല്ലാണ്ട് കൗസൊന്നും ഇല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. ബിഫോർ ഐ ബിൽഡ് എ വാൾ ഐ വുഡ് ആസ്ക് ടു നോ വാട്ട് ഐ ആം വെയിലിംഗ് ഇൻ ഓർ വെയിലിംഗ് ഔട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു മതിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ചിന്തിക്കാറുണ്ട്, എന്താണ് ആ മതിലിൻ്റെ ഉള്ളിൽ എനിക്കാക്കേണ്ടത്, അതേപോലെ എന്താണ് അതിൻ്റെ പുറത്ത്. മതിൽ നമ്മളുടെ അതിർത്തിയാണല്ലോ. അപ്പോൾ ആ മതിലിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരണം, പുറത്ത് എന്തൊക്കെ വരണം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ആൻഡ് ടു ഹൂം ഐ വാസ് ലൈക്ക് ടു ഗീവ് ഒഫൻസ്. ഞാൻ ആരെയാണ് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. Something there is that doesn't love a wall, that wants it down. I would say elves to him, but it's not elves exactly. I would rather he said it for himself. I see him there, bringing a stone grasped firmly by the top, in each hand like an old stone savage arm. അപ്പോൾ നമുക്ക് വേർഡ്സിൻ്റെ മീനിങ്സ് നോക്കാം. ഇൽസ് എന്ന് വെച്ചാൽ സ്പിരിറ്റ് ആണ് കേട്ടോ. സ്പിരിറ്റ് ഒരു ക്രിയേച്ചർ, ഒരു കാർട്ടൂൺ ക്രിയേച്ചർ. നമ്മൾ പ്രേതം ഭൂതം എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാർട്ടൂൺ ക്രിയേച്ചറിനെയാണ് ഇൽസ് എന്ന് പറയുന്നത്. ഗ്രാസ്പ് എന്ന് വെച്ചാൽ ഹോൾഡ് ഫ്രെയിംലി, അതായത് നമ്മൾ ഇറുക്കി പിടിക്കുക, മുറുക്കി പിടിക്കുക എന്നൊക്കെ പറയില്ല, അതിനെയാണ് ഗ്രാസ്പ് എന്ന് പറയുന്നത്. സേവേജ്. സേവേജ് എന്ന് വെച്ചാൽ അൺകൺട്രോൾ ചെയ്യുക, അൺകൺട്രോൾഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഫ്രേസ് ഓൾഡ് സ്റ്റോൺ സാവേജ് എന്നുള്ള ഫ്രേസ് പറയുന്നത് ഡിസ്ക്രൈബ്സ് എ നെയ്ബർ ഹൂ ഈസ് സ്റ്റക്ക് ഇൻ ദി പാസ്റ്റ് ആൻഡ് റെസിസ്റ്റ് ടു ചേഞ്ച്. അതായത് പഴയ കാലത്തെ പോലത്തെ ഒരാൾ, അതായത് അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പഴയ കാലത്തെ പോലെ ഒരാൾ, പണ്ടത്തെ മനുഷ്യരുണ്ടല്ലോ, അവരുടെയൊക്കെ രൂപം ആണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി ലൈൻ ബൈ ലൈൻ നോക്കാം. സംതിങ് ദർ ഈസ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വേൾ. പിന്നെയും പോയിട്ട് എടുത്ത് പറയാണ്, എന്തോ ഒന്ന് ഈ ഭൂമിയിലുണ്ട് ഈ മതിലിനെ ഇഷ്ടപ്പെടാത്ത. ദാറ്റ് വോൺസ് ഇറ്റ് ഡൗൺ, അതെപ്പോഴും അതിനെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഐ വുഡ് സേ ഈൽസ് ടു ഹിം. ഞാൻ എൻ്റെ നെയ്ബറിനോട് പറയാണ്ട് അതൊരു സ്പിരിറ്റാണ്, ഒരു പ്രേതമാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ഈൽസ് എക്സാക്ട്ലി ആൻഡ് ഐ വുഡ് റേദർ ഹീ സെഡ് ഇറ്റ് ഫോർ ഹിംസെൽഫ്. അതൊരു പ്രേതമല്ല എന്ന് എനിക്ക് തന്നെ അറിയാം, ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട് അതൊരു പ്രേതമൊന്നല്ല എന്നുള്ളത്. ഇനി നെക്സ്റ്റ്, ഐ സീ ഹിം ദേർ. അവിടെ ആരെയാണ് ഐ സീ ഹിം ദേർ എന്ന് പറയുന്നത്? നെയ്ബറിനെയാണ് കേട്ടോ. റോബോട്ട് ഫസ്റ്റ് നെയ്ബറിനെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്രാസ്പ്ഡ് ഫേംലി ബൈ ദി ടോപ്പ്. അപ്പോൾ എങ്ങനെയാണ് നെയ്ബറിനെ കാണുന്നത്? നെയ്ബർ ഒരു സ്റ്റോൺ എടുക്കുകയാണ്, നല്ല ഹെവി ആയിട്ട്. അത് ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് അതിങ്ങനെ എടുക്കുന്നുണ്ട്, കാരണം അവർ മതിൽ പണിയാണല്ലോ, അപ്പോൾ അതിങ്ങനെ പിടിച്ചെടുക്കുന്നുണ്ട്.
ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സേവേജ്ഡ് ആം. അപ്പോൾ അയാളുടെ രണ്ട് കൈയിലും ഓരോ നല്ല മുറുക്കി പിടിച്ച് സ്റ്റോൺസ് ഇരിക്കുന്നുണ്ട്. അയാളെ കാണുമ്പോൾ എങ്ങനത്തെ രൂപമായിട്ടാണ് റോബർട്ട് ഫ്രോസ്റ്റിന് ഫീൽ ചെയ്യുന്നത്? പഴയകാല മനുഷ്യരുടെ ഒരു രൂപം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തോട്ട്സിലൂടെ പോകുന്നതാണ്. ഓക്കെ, പോയിറ്റിൻ്റെ തോട്ട്സിലൂടെ പോകുന്നതാണ്. ഇനി നെക്സ്റ്റ് ലൈൻസ്. He moves in darkness as it seems to me, not of woods only and the shade of trees. He will not go behind his father's saying, and he likes having thought of it so well. He says again, good fences make good neighbors. Meanings നോക്കാം. He moves in darkness as it seems to me, not of wood only and the shade of trees. അപ്പോൾ ഇവിടെ എന്താ കവി പറയണത്? നമ്മൾ നെയ്ബറിനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നെയ്ബർ ഒരു ഡാർക്കായിട്ടാണ് തോന്നുന്നത്. അത് വുഡിൻ്റെ ഷെയ്ഡ് കൊണ്ടോ അല്ലെങ്കിൽ മരങ്ങളുടെ തണൽ കൊണ്ടോ ഒന്നല്ല എനിക്ക് ആ ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ എന്താ കവി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നെയ്ബറിൻ്റെ മനസ്സ് മൊത്തം ഇരുണ്ടതാണ്. കാരണം മൂപ്പയുടെ ചിന്തകളൊന്നും മാറിയിട്ടില്ല, പഴയ ചിന്തകളിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഓൾഡ് ഏജ്ഡ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഹി വിൽ നോട്ട് ഗോ ബിഹൈൻഡ് ഹിസ് ഫാദേഴ്സ് സേയിങ്. അതായത് നെയ്ബറിന്റെ അച്ഛൻ പറഞ്ഞ ആ വാക്കുകളിൽ നിന്ന് മാറാൻ നെയ്ബർ റെഡിയല്ല. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പഴയ ചിന്താഗതികളിൽ നിന്ന് നെയ്ബർ മാറാൻ റെഡിയല്ല, പഴയ ആ തോട്ടൊന്നും മാറ്റാൻ നെയ്ബർ റെഡിയല്ല. ആൻഡ് ഹി ലൈക്സ് ഹാവിങ് തോട്ട് ഓഫ് ഇറ്റ് സോ വെൽ. അതിനെക്കുറിച്ച് എപ്പോഴും മൂപ്പര് ആലോചിക്കാറുണ്ട്. ഹി സേസ് എഗെയിൻ, എന്നിട്ട് വീണ്ടും പറയും, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അപ്പോൾ ഫാദർ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും നെയ്ബർ പറയും, നല്ലൊരു മതിലാണ് നല്ലൊരു അയൽവക്കം ഉണ്ടാക്കുന്നത് എന്ന് പറയാറുണ്ട്. ഇതാണ് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മെൻറ്റിംഗ് ടൈം എന്നുള്ള പോയം. നമ്മൾ ഈ മെൻറ്റിംഗ് വോളിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കഥയാണ് ഇവിടെ പറയുന്നത് അല്ലേ, റോബർട്ട് ഫ്രോസ്റ്റും അയാളുടെ നെയ്ബറും തമ്മിലുള്ള. ഇവിടെ വോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നോർമലി എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ ബൗണ്ടറീസ് ആണ്. അതായത് നമ്മൾ സമൂഹത്തിലുള്ള ഓരോ സോഷ്യൽ ബൗണ്ടറീസ്, കാലങ്ങളായിട്ട് മാറാത്ത കുറേ ചിന്താഗതികളാണ് ഈ സോഷ്യൽ ബൗണ്ടറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പോയറ്റ് ഡിസ്ക്രൈബ്സ് എ വോൾ ബിറ്റ്വീൻ ഹിസ് ലാൻഡ് ആൻഡ് ദി പ്രോപ്പർട്ടി ഓഫ് ഹിസ് നെയ്ബേഴ്സ്. നെയ്ബറിൻ്റെയും അയാളുടെയും പ്രോപ്പർട്ടീനെ തമ്മിൽ വേർതിരിക്കുന്ന വോളിനെയാണ് ഇവിടെ ഈ പോയത്തിൽ റിപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ വോൾ എല്ലാ സ്പ്രിംഗ് സീസൺ വരുമ്പോഴും അവർക്ക് റീഫിക്സ് ചെയ്യേണ്ട ടൈംസ് വരാറുണ്ട്. അപ്പോൾ ഇവിടെ ആ റീഫിക്സിങ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്പ്രിംഗ് എന്നുള്ള ആ സീസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും മാറാത്ത ചിന്താഗതികൾ. സീസൺ മാറിയാലും പണ്ടത്തെ ചിന്തകൾ മാറുന്നില്ല, വീണ്ടും റീബിൽഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ചിന്തയിൽ നിന്ന് മാറാതെ അത് പിന്നെ നന്നാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. സ്റ്റബേൺ ആയിട്ടുള്ള നെയ്ബറിനെയാണ് പറയുന്നത്. നെയ്ബറിൻ്റെ ചിന്താഗതികളെയാണ് ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റ് ഉദ്ദേശിക്കുന്നത്. വോള് എല്ലാ ഇയറിലും വോള് വീഴുന്നുണ്ടെങ്കിലും നെയ്ബറിൻ്റെ ചിന്താഗതികൾ മാറാത്തതുകൊണ്ട് പിന്നെയും ആ വോള് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ആ ബൗണ്ടറീസ് വീണ്ടും സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ മെൻറ്റിംഗ് വോൾ എന്നുള്ള പോയം തീം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൊസൈറ്റിനെ മാറ്റുക. ഈ സൊസൈറ്റിനെ മാറ്റുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓൾറെഡി നമ്മൾ സ്റ്റെക്ക് ഓൺ ചെയ്തിരിക്കണം. നമ്മൾ പണ്ടേ കാലം ആളുകൾ പറഞ്ഞത് മുതൽ സ്റ്റെക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ മതിൽ എല്ലാ കൊല്ലം പൊളിയുന്നുണ്ട്. അതായത് ആ റൂൾസ് ഒന്ന് മാറണം എന്ന് തോന്നുന്നുണ്ട്, നേച്ചറിന് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ആളുകൾ അത് മാറ്റാൻ റെഡി അല്ലാത്തതുകൊണ്ട് തന്നെ വീണ്ടും റീബിൽഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ആ ഒരു പണ്ടത്തെ സംഭവങ്ങളൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നൊക്കെയാണ് ഈ ഒരു പോയം തീം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. താങ്ക് യു ഓൾ.